കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഗോതകളിൽ എക്കാലത്തും സ്ഥിരമായി കേൾക്കുന്ന ഒരു പല്ലവിയുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ രഹസ്യ ഡീൽ ഉണ്ട്. മയക്കം കെട്ടിവെച്ച് നാടാകെ ഈ ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, കോൺഗ്രസ് നേതാക്കളാണ്. എന്നാൽ എവിടെയെങ്കിലും ഇതിനൊരു പ്രകടമായ തെളിവുണ്ടോ? ഏതെങ്കിലും മണ്ഡലത്തിൽ ഇത്തരമൊരു നീക്കം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നുള്ളതായിരിക്കും സത്യം. കാരണം യാഥാർത്ഥ്യം അതല്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തു തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അത്തരമൊരു ആരോപണം കേട്ടിരുന്നു. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി എവിടെ ദുർബലനാകുന്നു അവിടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടും ഇല്ലതാനും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് വളരെ പ്രകടമായ ഒരു രാഷ്ട്രീയ നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആ നീക്കം നടക്കുന്നത് ഈ പറയുന്ന CPM-ഉം BJP-യും തമ്മിലല്ല, മറിച്ച് സാക്ഷാൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് എന്നതാണ് ജനാധിപത്യ കേരളം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വിരോധാഭാസം. മതനിരപേക്ഷതയെക്കുറിച്ച് വാചാലരാകുന്ന കോൺഗ്രസ്, വർഗീയ ശക്തികളെന്ന് ആരോപിക്കപ്പെടുന്ന BJP-ക്ക് കേരളത്തിൽ ചുവടുറപ്പിക്കാൻ സ്വന്തം വോട്ടുകൾ വിൽക്കുന്ന നഗ്നമായ രാഷ്ട്രീയ കച്ചവടം. ഈ ഡീൽ രാഷ്ട്രീയത്തിൻ്റെ പ്രഭവ കേന്ദ്രം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് മണ്ഡലമാണ്. എന്നാൽ ഇത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ഈ അവിശുദ്ധ ബന്ധ കൂട്ടുകെട്ടിൻ്റെ പ്രതിഫലനം ജില്ലയിലെ മറ്റ് പല മണ്ഡലങ്ങളിലും പ്രകടമാകുമെന്ന സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് വസ്തുതകളിലേക്ക് വരാം. നെടുമങ്ങാട് വികസനത്തിൻ്റെ പുതിയ ചരിത്രം എഴുതിയ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ണാണ്. കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കൊപ്പം നിന്ന് മണ്ഡലത്തെ നയിച്ച സിറ്റിംഗ് MLA-യും മുൻ മന്ത്രിയുമായ CPI-യുടെ ജനകീയ മുഖം GR അനിലാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ഭരണത്തുടർച്ച നൽകാൻ മണ്ഡലം ഒന്നടങ്കം തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് പല സർവേകളിലും വ്യക്തമാകുന്നത്. മറുവശത്ത് NDAയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത് ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതനായ BJP യുവ നേതാവ് യുവരാജ് ഗോകുൽ. എന്നാൽ കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് UDF-ൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴാണ് ഈ കോൺഗ്രസ് BJP ബാന്ധവത്തിൻ്റെ യഥാർത്ഥ ചുരുളഴിയുന്നത്. കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ നെടുമങ്ങാട് മത്സരിക്കാനെത്തിയത് മീനാങ്കൽ കുമാർ. ആരാണ് ഈ മീനാങ്കൽ കുമാർ? കേവലം 4-5 മാസം മുൻപ് വരെ CPI-യിലുണ്ടായിരുന്ന പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് CPI പുറത്താക്കിയ ഒരാൾ. പാലോട് രവി, MA വാഹിദ്, BRM ഷഫീർ തുടങ്ങി മണ്ഡലത്തിൽ കോൺഗ്രസിനു വേണ്ടി കാലാകാലങ്ങളായി വിയർപ്പൊഴുക്കിയ പ്രഗത്ഭരായ നേതാക്കൾ നിരവധിയുണ്ടായിരുന്നു. അവരെയെല്ലാം വെട്ടിനിരത്തി പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും വേണ്ടത്ര പരിചയമില്ലാത്ത ഒരാളെ എന്തിനാണ് അവിടെ കെട്ടിയിറക്കിയത് എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ചോദ്യമല്ല കേട്ടോ, ഉറച്ച കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം തേടി പോകുമ്പോഴാണ് നാം എത്തിച്ചേരുന്നത് കോൺഗ്രസിലെ ഒരു ഉന്നതതല ഗൂഢാലോചനയിലേക്കാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നത്. ഇതിന് പിന്നിലെ ചരടുവലികൾ നടത്തിയത് UDF കൺവീനറും മാറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നുണ്ട്. ഈ നീക്കത്തിന് പിന്നിലെ രഹസ്യം മീനാങ്കൽ കുമാറിൻ്റെ ചില ഉന്നത ബന്ധങ്ങളാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അടൂർ പ്രകാശിൻ്റെ ബന്ധു കൂടിയായ വ്യവസായിയുമായി മീനാങ്കൽ കുമാറിനുള്ള അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന് നെടുമങ്ങാട് സീറ്റ് നേടിക്കൊടുത്തത് എന്നാണ് രാഷ്ട്രീയ രംഗത്തെ ചില സംസാരങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്തിനാണ് അടൂർ പ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ കോക്കസ് നെടുമങ്ങാട് ഇങ്ങനെ ഒരു കളി കളിച്ചത്? അവിടെയാണ് കോൺഗ്രസ് BJP ഡീലിൻ്റെ യഥാർത്ഥ അജണ്ട ഒളിഞ്ഞിരിക്കുന്നത്. തികച്ചും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ മനഃപൂർവ്വം നിർത്തിക്കൊണ്ട് സ്വന്തം വോട്ടുകൾ അടിയറവ് വച്ച് BJP-യുടെ യുവരാജ് ഗോകുലിന് വിജയമൊരുക്കുക എന്നതാണ് കോൺഗ്രസ് ഇവിടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സംസാരം. ഈ ഗൂഢാലോചന വെറുമൊരു വായുവിൽ നിന്നുണ്ടാകുന്ന ഒന്നല്ല. നെടുമങ്ങാട്ടെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഈ വഞ്ചനയുടെ ആഴം കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. കണക്കുകൾ കള്ളം പറയില്ലല്ലോ. 2011 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പാലോട് രവി വിജയിക്കുമ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്ന KS അഞ്ജനയ്ക്ക് ലഭിച്ചത് വെറും 5971 വോട്ടുകൾ മാത്രമായിരുന്നു. കോൺഗ്രസിന് 59,789 വോട്ടുകളും ലഭിച്ചു. അതായത് അന്ന് നെടുമങ്ങാട് BJP ഒരു ശക്തിയേ അല്ല. എന്നാൽ 2016 LDF ദിവാകരനെ കളത്തിലിറക്കിയപ്പോൾ അവിടെ കഥ മാറി. സിറ്റിംഗ് MLA ആയിരുന്ന പാലോട് രവിയെ വീഴ്ത്തിക്കൊണ്ട് ദിവാകരൻ അവിടെ ചെങ്കൊടി പാറിച്ചു. സത്യം പറയാമല്ലോ, സ്വന്തം തട്ടകമായ കരുനാഗപ്പള്ളിയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് ദിവാകരൻ നെടുമങ്ങാട് മത്സരിക്കാൻ വന്നത്. CPI നേതാക്കൾ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി തോൽക്കും എന്നുറപ്പിച്ച ഒരു മണ്ഡലം. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം BJP-യുടെ വോട്ടുകളാണ്. അന്ന് NDA സ്ഥാനാർത്ഥിയായിരുന്ന VV രാജേഷ് ഒറ്റയടിക്ക് പിടിച്ചെടുത്തത് 35,139 വോട്ടുകളാണ്. വെറും 5,000-ൽ നിന്നും 35,000-ലേക്ക് BJP കുതിച്ചപ്പോൾ
യഥാർത്ഥത്തിൽ വോട്ട് ചോർന്നത് കോൺഗ്രസിനാണ്. ആ വലതുപക്ഷ കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് 3621 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം അവിടെ കരുത്തു തെളിയിച്ചു എന്നത് ചരിത്രം. തൻ്റെ വിജയത്തിൽ സി ദിവാകരൻ തന്നെ അന്തം വിട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ചരിത്രം കോൺഗ്രസ് ബുദ്ധികേന്ദ്രങ്ങൾക്ക് നന്നായി അറിയാം. നെടുമങ്ങാട് മണ്ഡലത്തിൽ BJPക്ക് സ്വന്തമായി 35,000-ഓളം വോട്ടുകളുടെ വലിയൊരു വോട്ട് ബാങ്കുണ്ട്. ഇത്തവണ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി BJPക്ക് മറിച്ചു നൽകിയാൽ യുവരാജ് ഗോകുലിന് അവിടെ അനായാസം അക്കൗണ്ട് തുറക്കാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. സ്വാഭാവികമായും ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. എന്തിന് കോൺഗ്രസ് സ്വന്തം സീറ്റും വോട്ടുകളും BJPക്ക് അടിയറവ് വയ്ക്കണം? ഉത്തരം വളരെ ലളിതമാണ്. ക്വിഡ് പ്രോക്കോ, അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ. നെടുമങ്ങാട് BJPക്ക് നൽകുന്നതിന് പകരമായി ജില്ലയിലെ മറ്റു പല നിർണായക മണ്ഡലങ്ങളിലും BJPയുടെ വോട്ടുകൾ കോൺഗ്രസ് തിരികെ വാങ്ങുന്നു. തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും അടൂർ പ്രകാശിൻ്റെ കോക്കസ് ഹൈജാക്ക് ചെയ്തതിൻ്റെ കാരണവും ഇതുതന്നെയാണ് എന്നുള്ളതാണ് ഇടതുപക്ഷവും ചില കോൺഗ്രസ് കേന്ദ്രങ്ങളും ആരോപിക്കുന്നത്. വാമനപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം നോക്കുക. കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കാൻ തയ്യാറായി നിന്ന രമണി പി നായർ, ആനാട് ജയൻ തുടങ്ങിയ നേതാക്കളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സുധീർ ഷാ പാലോടിന് കോൺഗ്രസ് അവിടെ സീറ്റ് നൽകി. ചിറയൻകീഴ് മണ്ഡലത്തിൽ പ്രാദേശിക നേതാക്കളെ എല്ലാം തഴഞ്ഞുകൊണ്ട് പാലക്കാട്ട് നിന്നും രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിർത്തിക്കൊണ്ട് BJPയുമായി രഹസ്യക്കച്ചവടം നടത്താനുള്ള ഒരു വൻ രാഷ്ട്രീയ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ചുരുക്കത്തിൽ നെടുമങ്ങാട്ടെ ഈ ത്രികോണ മത്സരം വെറുമൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല. BJPക്ക് കേരളത്തിൽ ചുവടുറപ്പിക്കാൻ കോൺഗ്രസ് തന്നെ പാലം പണിയുന്ന നഗ്നമായ രാഷ്ട്രീയ കച്ചവടമാണ് ഇവിടെ അരങ്ങേറുന്നത്. CPIയിൽ നിന്നും പുറത്തുപോയ ഒരാളെ വച്ച് LDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാമെന്ന കോൺഗ്രസിൻ്റെ വ്യാമോഹവും കോൺഗ്രസ് വോട്ടുകൾ വാങ്ങി വിജയിക്കാമെന്ന BJPയുടെ അത്യാഗ്രഹവും ഒരുമിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട്. ആൾക്കൂട്ടത്തിൽ കള്ളൻ എന്ന് വിളിച്ചു കൂവി നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിട്ട ശേഷം അതിവിദഗ്ധമായി സ്വന്തം പോക്കറ്റടിക്കുന്ന ഒരു പഴയ തന്ത്രമുണ്ട്. കൃത്യമാ തന്ത്രം തന്നെയാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. CPM BJP ഡീൽ എന്ന് മയക്ക് കെട്ടി നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവുന്നത് അവരുടെ സ്വന്തം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള വെറുമൊരു പുകമറ മാത്രമാണ്. അതെ, ഇടതുപക്ഷത്തിനുമേൽ പഴിചാരി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, എന്നിട്ട് അതേ ജനങ്ങളുടെ മുതുകിലൂടെ BJPക്ക് നിയമസഭയിലേക്ക് പാലം പണിയുക. ഇതാണ് കോൺഗ്രസിൻ്റെ യഥാർത്ഥ ഡീൽ. നെടുമങ്ങാട്ടെ ജനങ്ങളുടെ വോട്ടുകൾ ഇങ്ങനെ വിലപേശി വിൽക്കാൻ ഇത് പഴയ ജന്മിത്തകാലമല്ലെന്നും പ്രബുദ്ധരായ ജനത ഈ രാഷ്ട്രീയ വഞ്ചനയെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുമെന്നും കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. വർഗീയതയ്ക്കും വലതുപക്ഷ അവസരവാദത്തിനുമെതിരെ നെടുമങ്ങാട്ടെ ജനങ്ങൾ നൽകാൻ പോകുന്ന ചുട്ട മറുപടിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം. മാറ്റി എഴുതാനാവാത്ത ആ അന്തിമ ജനവിധിക്കായി നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം.